നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോ എന്ന പോയത്തിന്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് മലയാളം സമ്മറി. ഇതിലൊരു ഡീറ്റെയിൽ സമ്മറി ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നോക്കിയിട്ട് പോകാനായിട്ടുള്ള ഒരു ചെറിയ സമ്മറി ഷോർട്ടാക്കി പറയാണ്. നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, സ്കോർപ്പിയോ എന്ന് പറഞ്ഞ തേളാണ്. തേള് കടിച്ചൊരു രാത്രിയാണ്. നസീം എസെക്കിയേലിന്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്. അദ്ദേഹം വളരെ കുട്ടിയായിരുന്ന സമയത്ത് ഒരു രാത്രിയിൽ തേള് അമ്മയെ കടിച്ചു. ആ ഓർമ്മയാണ് ഈ പോയത്തിലൂടെ പറയുന്നത്. തേള് കടിച്ചാലുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ വളരെ സീവിയർ ആയിട്ടുള്ള വേദനയാണ്. അതുപോലെ തേളിന്റെ വിഷം തേളിന്റെ വല്ലാണെന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് വളരെ മഴയുള്ള 10 മണിക്കൂറോളം നിർത്താതെ മഴ പെയ്ത ഒരു രാത്രിയിലാണ് ഈ അരിച്ചാക്കിന്റെ അടിയിൽ ഹൈഡ് ചെയ്തിരുന്ന തേള് അമ്മയെ കടിച്ചത്. പക്ഷെ അമ്മയെ കടിച്ച ഉടനെ തന്നെ തേള് മഴയിൽ നിന്ന് രക്ഷപ്പെടാനാണ് തേള് ആ ചാക്കിന്റെ അടിയിൽ ഇരുന്നത്. പക്ഷെ കടിച്ചു കഴിഞ്ഞപ്പോ അവിടെ നിൽക്കുന്നതിനേക്കാളും സേഫ് മഴയിലോട്ടുള്ള റിസ്ക് എടുക്കുകയാണ്. അപ്പൊ തേള് അവിടെ നിൽക്കാതെ അപ്പൊ തന്നെ മഴയത്തേക്ക് തന്നെ തേള് ഇറങ്ങി പോവുകയും ചെയ്തു. പക്ഷെ അത് ആ ഒരു കാലഘട്ടത്തില് വില്ലേജ് ഏരിയയാണ്. ആളുകള് ഒരുപാട് ലാൻഡേൺസും വിളക്കും മെഴുകുതിരികളൊക്കെ ആയിട്ട് ആൾക്കാര് വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരുന്നു. അപ്പൊ വരുന്നവരൊക്കെ പ്രേ ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഈവിൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ തേളിന് ഈ തേളിന്റെ ശക്തി ഇല്ലാതാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത്. അവരവിടെ തേളിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഒരുപാട് സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ്സ് ഉണ്ട്. സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇതിൽ അവർ പറയുന്നുണ്ട്, വില്ലേജേഴ്സ് പറയുന്നത് എന്താണ്, തേള് കടിച്ച തേള് പുറത്തെവിടെയാണെങ്കിൽ പോലും ആ തേള് ചെയ്യുന്ന ഓരോ മൂവ്മെന്റും, പുറത്തെവിടെയെങ്കിലും ആ തേള് ഓരോ മൂവ്മെന്റ് ചെയ്യുമ്പോഴും അമ്മയുടെ ബ്ലഡിലേക്ക് ഈ തേളിന്റെ വിഷം കൂടുതൽ കൂടുതൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തേളിനെ കൊല്ലണം, അതാണ് അവരുടെ വിശ്വാസം. അതുപോലെ ചിലർ പറഞ്ഞു അവിടെ കൂടിയിരുന്നവർ കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും. ഈ വേദന അനുഭവിക്കുന്നതോടുകൂടി കഴിഞ്ഞ ജന്മത്തിലുള്ള പാപങ്ങളൊക്കെ കുറെ ഇല്ലാതാവും എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ പറഞ്ഞു അടുത്ത ജന്മത്തിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കുറയുമായിരിക്കും. അതുപോലെ നമ്മുടെ മനസ്സും അമ്മയുടെ മനസ്സും ശരീരവും ഒക്കെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഈ പെയിന് സാധിക്കും പറഞ്ഞവരുണ്ട്. അപ്പൊ അമ്മ ഇങ്ങനെ വേദന കൊണ്ട് പൊളയുവാണ്, നടുക്ക് ഒരു മാറ്റില് കിടക്കുവാണ്. അതിന്റെ ചുറ്റും ഇരുന്നിട്ടാണ് ഇവരിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും അവർക്ക് നന്നായിട്ട് മനസ്സിലാകും എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ അവര് അതിന് അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അങ്ങനത്തെ ഫെസിലിറ്റികൾ കുറവാണ്. അപ്പൊ അവരുടെ വിശ്വാസം ഇങ്ങനെയാണ്, ഇത് മാറും. പക്ഷെ ഈ തേള് കടിച്ചതുകൊണ്ട് അമ്മയ്ക്ക് കുറെ ബെനിഫിറ്റ്സ്, അമ്മയുടെ പാപങ്ങളൊക്കെ തീരും, ആ ഒരു രീതിയിലാണ് ആളുകളുടെ വിശ്വാസം. അതേപോലെ പിന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഫാദർ ഒരു റാഷണലിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. റാഷണലിസ്റ്റ് എന്ന് പറഞ്ഞാല് തെളിവുണ്ടെങ്കിൽ മാത്രം, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് റാഷണലിസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു റാഷണലിസ്റ്റ് ആയിട്ട് പോലും ഈ അമ്മയുടെ വേദന സഹിക്കാൻ വയ്യാതെ ഇദ്ദേഹം അവര് പറയുന്ന പല കാര്യങ്ങളും ചെയ്തു നോക്കി. ഹെർബ്സ്, പല പച്ചമരുന്നുകൾ കൂട്ടി പൊടിച്ചുമൊക്കെ പല മിക്സ് ഉണ്ടാക്കി അത് ചെയ്തു നോക്കി. അതുപോലെ അദ്ദേഹം ഇതുവരെ ചെയ്തു പോയി ആ ബിറ്റൻ ടോ, അതായത് കടിച്ച ഭാഗത്ത് കുറച്ച് പാരഫിൻ ഓയിൽ, അതായത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് അവിടേക്ക് ഒരു മാസ്റ്റിക് തീപ്പെട്ടി ഒഴിച്ചിടുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഫ്ലെയിം വന്നുകൊണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം ചിന്തിച്ചത് ഇതായിരിക്കാം, ആ ബേൺ ചെയ്യുമ്പോൾ അവിടുത്തെ വിഷം ഇല്ലാതായി പോകുമോ എന്നൊരു പരീക്ഷണം ചെയ്ത് നോക്കിയതാവും. കാരണം അമ്മയുടെ വേദന അത്രയ്ക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തത്ര വേദനയാണ്. പക്ഷെ കുട്ടിയായിരുന്ന എസെക്കിയേലിന്റെ മനസ്സിൽ ആ രംഗം കിടന്നത്, അമ്മയുടെ ഈ കാലിന്ന് തീ ഇങ്ങനെ മുകളിലേക്ക് പടരുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും അമ്മയെ തീ വിഴുങ്ങുന്നതായിട്ടാണ് കുട്ടിയുടെ മനസ്സിലുള്ളത്. പിന്നെ അവിടെ ഒരു റിച്വൽസ്, അതായത് ഹോളി മാൻ എന്ന് പറഞ്ഞ പൂജയൊക്കെ ചെയ്യുന്ന ആളാണ്, പൂജാരി. കുറച്ച് പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പോയിട്ട് പറയണം അദ്ദേഹം ശ്രമിക്കുന്നത് മന്ത്രങ്ങൾ കൊണ്ട് ഈ പോയിസൺ ഇല്ലാതാക്കാന്നാണ്. അങ്ങനെ പലതും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഒരു 20 മണിക്കൂറിന് ശേഷം വേദന കുറഞ്ഞു. ആ വേദന കുറഞ്ഞപ്പോ അമ്മ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, ഈ താങ്ക് ഗോഡ് എന്നാ പറഞ്ഞത്, ദൈവത്തോട് നന്ദി പറയാ ചെയ്തേ. ആ സ്കോർപ്പിയോൺ എന്നെ മാത്രമല്ലേ തിരഞ്ഞെടുത്തുള്ളൂ, എന്റെ കുട്ടികളെ വെറുതെ വിട്ടല്ലോ, ദാറ്റ് സ്പെയർഡ് മൈ ചിൽഡ്രൻ, എന്റെ മക്കളെ വെറുതെ വിട്ടല്ലോ. അപ്പൊ അവിടെ വരുന്നത് അമ്മ അത്രയും പെയിൻ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മ ചിന്തിച്ചത് എനിക്ക് ഇത്രയും പെയിൻ ആണെങ്കിൽ എന്റെ മക്കളെ കടിച്ചിരുന്നെങ്കിൽ അവരെ എത്രയോ വേദനിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ വരുന്ന ഒരു തീമും കൂടാണിത്, സെൽഫ്ലെസ് ലവ് ഓഫ് ദ മദർ, അമ്മയുടെ നിസ്വാർത്ഥമായ സ്നേഹം മക്കളോടുള്ള.
മദേഴ്സ് ആർ ഓൾവേസ് ലൈക്ക് ദാറ്റ്. അമ്മമാരെപ്പോഴും അങ്ങനെയാണ്. അവരെക്കാൾ കൂടുതൽ, അവരുടെ ലൈഫിനേക്കാൾ കൂടുതൽ മക്കളെ കൺസിഡർ ചെയ്യുന്നവരാണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള തീമുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ചൈൽഡ്ഹുഡ് മെമ്മറി ഉണ്ട്, ലിസിമെസിക്കൽ ലൈഫുമായിട്ട് ബന്ധമുണ്ട്, ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യയിലെ സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ്സ് എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസങ്ങളൊക്കെയാണ്. തേള് പുറത്തേക്കൂടെ എവിടെ നടന്നാലും അമ്മയുടെ ബ്ലഡില് വിഷം പടരും, അല്ലെങ്കിൽ മുൻജന്മ പാപത്തിന്റെ ഫലമാണ്, അടുത്ത ജന്മത്തിൽ വരാൻ പോണ ഡിഫിക്കൽട്ടി കുറയും, അങ്ങനെയുള്ള കുറെ അന്ധവിശ്വാസങ്ങൾ, ശകുനം നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ്സ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ ഒരുപാടുണ്ട്. അപ്പൊ ആ ഇന്ത്യൻ കൾച്ചറിലെ സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ്സ് ഇപ്പോൾ ഒരു തീമായിട്ട് വരുന്നുണ്ട്. അതുപോലെ വരുന്ന തീം എന്ന് പറഞ്ഞാല് സെൽഫ്ലെസ് ലവ് ഓഫ് എ മദർ. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന തീംസ്. ഇതൊരു വളരെ ഷോർട്ട് ആക്കിയിട്ടുള്ളതാണ്, പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് സമ്മറിയാണ്.